ഓക്കെ, അപ്പോൾ നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന നാച്ചുറൽ വെജിറ്റേഷനെ നമുക്ക് പ്രധാനമായിട്ടും 5ആയിട്ട് തരംതിരിക്കാം. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഏകദേശം എബവ് 200 സെൻറ്റിമീറ്റർ റെയിൻഫോൾ കിട്ടുന്നതായിട്ടുള്ള മേഖലകളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുക. വെസ്റ്റേൺ ഗട്ട്സ്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യ, ആൻഡമാൻ ആൻഡ് നിക്കോബർ, ഇതൊക്കെയാണ് ഈ ഒരു റീജിയനായിട്ട് വരുന്നത്. ദെൻ ഇതിനകത്ത് തന്നെ വളരെയധികം ലെസ് റൈനിയർ പാർട്സ് ഓഫ് ദ സെയിം റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ ഡെൻസിറ്റി കുറവായിരിക്കും, പക്ഷെ അതേസമയം വളരെയധികം ഗ്രീനറി എവർഗ്രീൻ ആയിട്ടായിരിക്കും ഈ ഒരു പ്രദേശം നിൽക്കുന്നുണ്ടാവുക. ദെൻ അടുത്തതാണ് എന്താണ് ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് ആണ്. ഇതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഇവിടെ ഡ്രൈ ഡെസ്യൂഡിയസും ഉണ്ട്, മോയിസ്റ്റ് ഡെസ്യൂഡിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ റെയിൻഫോൾ ഒരു 100 to 200 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ മോയിസ്റ്റ് ഡെസ്യൂഡിയസ് എന്നാണ് വിളിക്കുക. അതേസമയം ഒരു 70 to 100 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് റെയിൻഫോൾ കിട്ടുന്നുള്ളെങ്കിൽ അതിനെ നമ്മൾ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസ്യൂഡിയസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസ്യൂഡിയസ് കാണപ്പെടുന്നത് ഹിമാലയാസിൻ്റെ ഫൂട്ട് ഹിൽസിലും ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്, ഒഡീഷ തുടങ്ങിയ ഭാഗങ്ങളിലാണ്. ദെൻ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസ്യൂഡിയസ് കാണപ്പെടുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് പെനിൻസുലാർ ഇന്ത്യയുടെ ചില പാർട്ടുകളും ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആണ്. ഇത് റെയിൻഫോൾ ഒരു 50 സെൻറ്റിമീറ്ററിൽ കുറവ് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സെമി അരിഡ് റീജിയൻസിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം അതായത് ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ദെൻ മൗണ്ടെയിൻ ഫോറസ്റ്റിന് നമുക്ക് നോർത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്നിങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോർത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 75 to 125 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ലഭിക്കുന്നതായിട്ടുള്ള മേഖലകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോർത്തേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. സദേൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗം, അതുപോലെ തന്നെ വിന്ധ്യാസ്, നീലഗിരീസ് അങ്ങനെയുള്ള ഭാഗങ്ങളെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പേരിൽ വിളിക്കുന്നത്. ദെൻ അടുത്തായിട്ട് വരുന്നതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ലിറ്ററൽ ഓർ സ്വാംപ് ഫോറസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡെൽറ്റ റീജിയൻസിലാണ് പ്രധാനമായിട്ടും. ഈ ഗംഗ, അതുപോലെ തന്നെ നമ്മുടെ മഹാനദി, ഗോദാവരി തുടങ്ങിയ റിവേഴ്സിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ദെൻ ഇന്ത്യയുടെ സോയിൽസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഓരോ സോയിൽസിനകത്തും അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മിനറൽസ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. ദെൻ ഏത് റീജിയണിലാണ്, അതായത് സോയിലിൻ്റെ മാപ്പാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഏത് സോയിൽ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ലാറ്ററൈറ്റ് കേരളത്തിലായിരിക്കും. ദെൻ ഇവിടെ നോക്കൂ, ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ് പോലുള്ള ഭാഗങ്ങളിലാണ്. ദെൻ റെഡ് സോയിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതാണ്, ദെൻ എറിഡ് സോയിൽസ് കാണപ്പെടുന്ന ഏതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, ദെൻ അത് സോണലാണോ അസോണലാണോ, ദാറ്റ് മീൻ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടതാണോ അതോ അവിടെ തന്നെയുള്ള സോയിൽസ് ആണോ എന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ മിനറൽസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് മിനറൽസിൽ മെയിനായിട്ട് ഇന്ത്യ ആൻഡ് വേൾഡിലുള്ള പ്രധാനപ്പെട്ട മിനറൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ആൻഡ് പ്രധാനപ്പെട്ട മിനറൽസിൻ്റെ റിസർവ്സ് എവിടേക്കാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു 19 സ്ലൈഡ് പോകുന്നത് കൊണ്ട് ആ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ദെൻ പോപ്പുലേഷൻ്റെ കാര്യം വരുമ്പം ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത് 2011 സെൻസസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ 2011 സെൻസസ് മസ്റ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു PPT എന്നൊരു PDF നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു PPTയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു PPTയും ദെൻ അതിൻ്റെ ഒരു PDF മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ട ആളുകൾ ഒന്ന് മെസ്സേജ് ചെയ്യുക. ദെൻ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ട്രെൻഡ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്താണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതായത് 1901 മുതൽ 21 വരെയുള്ള പീരീഡിന് നമ്മൾ സ്റ്റാഗ്നന്റ് ഗ്രോത്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹൈ ബർത്ത് റേറ്റും ആണ്, ഹൈ ഡെത്ത് റേറ്റും ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പീരീഡ്. ദെൻ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് ആണ് 1921 to 51 എന്ന് പറയുന്നത്. നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് വരുന്നുണ്ടെങ്കിലും, അതായത് ഹെൽത്ത് ആൻഡ് സാനിറ്ററി കണ്ടീഷൻസ് കുറച്ച് ഇമ്പ്രൂവ് ആകുന്നത് കൊണ്ട് മോർട്ടാലിറ്റി റേറ്റ് ഒരു ഡൗൺവേർഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ബർത്ത് റേറ്റും ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു ഈ ഒരു പീരീഡ് ഓഫ് സ്റ്റഡി ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1951 മുതൽ 81 വരെയുള്ള പീരീഡാണ് പീരീഡ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 81 ഓൺവേർഡ്സ് ഉള്ള സമയത്തെ പീരീഡ് ഓഫ് ഹൈ ഗ്രോത്ത് റേറ്റ് വിത്ത് ഡെഫിനിറ്റ് സൈൻസ് ഓഫ്
സ്ലോയിങ് ഡൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് പതിയെ പതിയെ കുറഞ്ഞു വരുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നിർബന്ധമായിട്ടും ഒന്ന് നോക്കി വെക്കണം. ദെൻ 2011 സെൻസസ് എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് 2011 സെൻസസ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിന് പോകരുത്. നമ്മുടെ ഒരു സ്കോർ ബൂസ്റ്റർ ആണ് ആ ഒരു മേഖല എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് 5 ഇയർ പ്ലാൻസുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ മൗണ്ടെയിൻ പാസസ്. ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ കാണാതെ അങ്ങനെ ഉണ്ടാവണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൗണ്ടെയിൻ പാസസ് അതിൻ്റെ സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ ഓർഡർ വൈസ് ആയിട്ട് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ദെൻ മേജർ ആയിട്ടുള്ള ലേക്സ് ഏതാണ് എന്നുള്ള ചോദ്യങ്ങൾ 2-3 എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ്. ദെൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന സമയത്ത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്താണെന്നുള്ളൊരു കമ്പാരിസൺ പല ഇതിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ദെൻ റോക്ക് സിസ്റ്റം, ഇന്ത്യയുടെ റോക്ക് സിസ്റ്റം എന്ന് പറയുമ്പം നമുക്ക് ആർക്കിയൻ, പുരാണ, ദ്രവീഡിയൻ ആൻഡ് ആര്യൻ എന്നിങ്ങനെ 4ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെയും എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നടന്ന ഓരോ സമയത്ത് നടന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ഒന്ന് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഇന്ത്യയിലെ മേജർ ട്രൈബ്സ് ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യയിലെ മേജർ പോർട്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അറ്റോമിക് പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണ്, ദെൻ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. തെർമൽ പവർ സ്റ്റേഷൻസും അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ഇന്ത്യൻ ജോഗ്രഫി ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ വെയിറ്റേജ് യൂണിറ്റ് ആണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിൻ്റെ ഒരു 50% മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഒരു 1 വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു മൊഡ്യൂളാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 മന്തെങ്കിലും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് ഒരു എക്സാമിന് നമുക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം ഇന്ത്യൻ ജോഗ്രഫി ഒരിക്കലും നമുക്ക് ഒരു ട്രിക്കിലോ അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടോ അങ്ങനെ പഠിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കൂ, ഏകദേശം ഒരു വർഷം തന്നെ ഒരു എക്സാമിന് 12 to 18 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ദാറ്റ് മീൻസ് 24 to 36 മാർക്സ് നമുക്ക് ഈ ഒരൊറ്റ യൂണിറ്റിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പം ഇതിൻ്റെ കുത്തനെ ഇതിലെ ചോദ്യങ്ങൾ കുറഞ്ഞൊന്നും വരാം. 2 വൈരുദ്ധ്യങ്ങളാണ് അതിനകത്തുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ 12 to 18 ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ വരും. ഓക്കെ, അപ്പം ഈ മൊഡ്യൂളിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഫാക്ച്വൽ ഇൻഫർമേഷൻ, കോൺസെപ്ച്വൽ ഇൻഫർമേഷൻ ആൻഡ് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഫാക്ച്വൽ നോളേജ് ഉണ്ടാവണം, കോൺസെപ്ച്വൽ നോളേജ് ഉണ്ടാവണം, മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഭാഗങ്ങൾ ഫിസിയോഗ്രാഫി, ക്ലൈമറ്റ്, സോയിൽസ് ആൻഡ് വെജിറ്റേഷൻ, അഗ്രികൾച്ചർ ആൻഡ് റിസോഴ്സസ്, ഇൻഡസ്ട്രി, പോപ്പുലേഷൻ്റെ ഭാഗം. ഇതാണ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് മാച്ച് ദ ഫോളോയിങ് വരിക. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പം ഇത്രയും കാര്യങ്ങളാണ് 2006 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്നും അവർ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുള്ളത് സോയിൽസോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം, പാസസ് ഓർ ലൊക്കേഷൻസ് ആയിരിക്കാം, പീക്സ് ആൻഡ് റേഞ്ചസ് ആയിരിക്കാം, റിവേഴ്സ് അതിൻ്റെ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം, ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പാറ്റേൺ അറേഞ്ച് ഇൻ ഓർഡർ ആണ്. ഓക്കെ, നോർത്ത് ടു സൗത്ത് അറേഞ്ച്മെൻറ്റ്, വെസ്റ്റ് ടു ഈസ്റ്റ് അറേഞ്ച്മെൻറ്റ്, ഹൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് രണ്ടാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാറ്റേൺ ഐഡൻറ്റിഫൈ കറക്റ്റ് പെയർ ആണ്. അതായത് ഇപ്പോൾ മിനറൽസ് അതിൻ്റെ ലൊക്കേഷൻ ഏതാണ്, ബയോസ്ഫിയർ റിസർവ്സ് അതിൻ്റെ സ്റ്റേറ്റ് ഏതാണ്, ഇൻഡസ്ട്രിയൽ റീജിയൻ ആൻഡ് സ്റ്റേറ്റ് ഏതാണ്, അങ്ങനെയുള്ളത് ചോദിക്കാം. ദെൻ നാലാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ, ഹിമാലയൻ റിവേഴ്സ് പെർണിയൽ ആണ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീംസ് ഈ മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു റോങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ റൈറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോ കൊടുക്കും, അത് ശരിയാണോ ട്രൂ ഓർ ഫാൾസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ദെൻ കോൺസെപ്ച്വൽ MCQs ആണ്. കോൺസെപ്ച്വൽ MCQ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
എന്തുകൊണ്ടാണ് വെസ്റ്റേൺ ഗട്ട്സിന്റെ മേഖല ഏറ്റവും കൂടുതൽ റൈൻഫോൾ കിട്ടുന്നത്? ഇത്തരത്തിലുള്ള കോൺസെപ്ച്വൽ MCQs ചോദിക്കാറുണ്ട്. ദെൻ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ലേക്ക്, ലോങ്ങസ്റ്റ് റിവർ ഓഫ് സൗത്ത് ഇന്ത്യ, ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് വരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ജൂട്ട് ഇൻഡസ്ട്രിയുടെ ഒരു എക്സ്പ്ലനേഷൻ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യമൊക്കെയാണ് അവർ ചോദിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ ഹൈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും ടഫായിട്ട് തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗങ്ങളിൽ നിന്നും ഒരു UPSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കുറേ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. കൃത്യമായ പേപ്പർ വായന, ഒരു ഇംഗ്ലീഷ് പേപ്പർ അല്ലെങ്കിൽ നന്നായിട്ട് ദ ഹിന്ദു പോലുള്ള നല്ല ന്യൂസ് പേപ്പറുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വരുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂളുകൾ പഠിക്കുന്നത് പോലെ കുറേ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഇന്ത്യൻ ജോഗ്രഫിയെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഒന്ന്, ഫിസിയോഗ്രാഫിക് മാപ്പ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. റിവർ സിസ്റ്റംസ് ഒരു സെറ്റായിട്ട് പഠിക്കുക. ഒരു 1 പേജ് ടേബിളുകൾ ഇപ്പം എല്ലാത്തിനും, ഇപ്പം നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സ്, അങ്ങനെയുള്ള എല്ലാത്തിനും, സോയിൽസ്, വെജിറ്റേഷൻസ്, എല്ലാത്തിനും ഒരു 1 പേജ് ടേബിൾ നമ്മൾ മേക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കുക. ദെൻ PYQs റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഫ്രഞ്ചിയോ ആപ്പിനകത്ത് വരുന്ന ഇന്ത്യൻ ജോഗ്രഫിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ് അവർ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ദെൻ മാപ്പിൽ നമ്മൾ കൃത്യമായിട്ട് മാപ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും ഇതിലെ ഏറ്റവും വലിയൊരു പ്രധാന മേഖലയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ മാത്രമേ കഴിയൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ടു ക്വിക്ലി മാസ്റ്റർ ഇന്ത്യൻ ജോഗ്രഫി ഫോർ JRF? JRFന് വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ജോഗ്രഫിയെ നമ്മുടെ കീഴ്പ്പെടുത്താൻ വേണ്ടി കഴിയാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, റിവിഷൻ ഇല്ലാതെ ഇന്ത്യൻ ജോഗ്രഫി എന്നല്ല ഒരു മൊഡ്യൂളും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാ മൊഡ്യൂളും കവർ ചെയ്തിട്ടുണ്ടാവും. റിവിഷൻ ഇല്ലാതെയാണ് നിങ്ങൾ എക്സാമിന് പോകുന്നതെങ്കിൽ 100% പല ക്വസ്റ്റ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നത്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിവിഷൻ മാക്സിമം ഒരു 3 റിവിഷൻ എങ്കിലും ചെയ്തു പോയാലാണ് നമുക്ക് JRF സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുക. ചുരുക്കത്തിൽ ഈ ക്ലാസ് കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വി ലൈക്ക് ഇന്ത്യ, ഡൈവേഴ്സ് ഇൻ ചലഞ്ചസ്, യുണൈറ്റഡ് ഇൻ പേർപ്പസ്. അപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ വളരെയധികം വ്യത്യസ്തമാണ്. പക്ഷെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നങ്ങളെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു പർപ്പസിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിലോ അല്ലെങ്കിൽ പേഴ്സണൽ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.